LP UP Cadet Education and Child Psychology Class 14 വികസന ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. 2 സ്റ്റേജസ് ആണുള്ളത്. പ്രീ നാറ്റൽ സ്റ്റേജ് ജനനപൂർവ്വ ഘട്ടം, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് ജനനാന്തര ഘട്ടം. ഇതിൽ പ്രീ നാറ്റൽ സ്റ്റേജ് ജനനപൂർവ്വ ഘട്ടത്തിൽ വരുന്നത് ബീജാങ്കുരണ ഘട്ടം ജെർമിനൽ സ്റ്റേജ് 0 തൊട്ട് 2 വീക്സ് വരെയാണ്. സെക്കൻഡ് വൺ ഭ്രൂണഘട്ടം എംബ്രിയോണിക് സ്റ്റേജ് 2 വീക്സ് തൊട്ട് 2 മന്ത്സ് വരെയാണ്. തേർഡ് വൺ ഗർഭസ്ഥ ശൈശവഘട്ടം ഫീറ്റൽ സ്റ്റേജ് 2 മന്ത്സ് തൊട്ട് ബർത്ത് വരെയാണ്. സെക്കൻഡ് വൺ പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് ജനനാന്തര ഘട്ടം. ഇതിൽ വരുന്നത് ഫസ്റ്റ് വൺ ഇൻഫാൻസി ശൈശവം 0 തൊട്ട് 3 ഇയർ വരെയാണ്. അതായത് ജനനം മുതൽ 3 വയസ്സ് വരെ ശൈശവം, അതായത് ഇൻഫാൻസി ആണ്. സെക്കൻഡ് വൺ ചൈൽഡ്ഹുഡ് ബാല്യകാലം 3 ഇയർ തൊട്ട് 12 ഇയർ വരെയാണ്. ഈ ചൈൽഡ്ഹുഡിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡ് ആദ്യ ബാല്യം 3 തൊട്ട് 6 ഇയർ വരെയാണ്. ഇതിൽ വരുന്നത് വിദ്യാലയ പൂർവ്വഘട്ടം പ്രീ സ്കൂൾ സ്റ്റേജ്, കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് ഏജ്, പ്രശ്നകാലഘട്ടം പ്രോബ്ലം ഏജ്, സംഘബന്ധ പൂർവ്വകാലം പ്രീ ഗാങ് ഏജ്, ഇമിറ്റേറ്റീവ് ഏജ്, ഫാൻറ്റസി ഏജ്. ഇത്രയും കാര്യങ്ങളാണ് ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് ഏജ് എന്നറിയപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഏർലി ചൈൽഡ്ഹുഡിലാണോ, മിഡിൽ ചൈൽഡ്ഹുഡിലാണോ, ലേറ്റർ ചൈൽഡ്ഹുഡിലാണോ? അപ്പോൾ നമുക്ക് ആൻസർ പറയാൻ കഴിയണം ഏർലി ചൈൽഡ്ഹുഡിലാണ്. കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് ഏജ് വരുന്നത് ഏർലി ചൈൽഡ്ഹുഡിലാണ്. അതുപോലെ തന്നെ വിദ്യാലയ പൂർവ്വഘട്ടം പ്രീ സ്കൂൾ സ്റ്റേജ് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഏർലി ചൈൽഡ്ഹുഡിലാണ്. അതുപോലെ പ്രോബ്ലം ഏജ് ഏത് സ്റ്റേജിലാണ്? ഏർലി ചൈൽഡ്ഹുഡിലാണ്. അതുപോലെ പ്രീ ഗാങ് ഏജ് സംഘബന്ധ പൂർവ്വകാലം ഏത് സ്റ്റേജിലാണ്? ഏർലി ചൈൽഡ്ഹുഡിലാണ്. അതുപോലെ ഇമിറ്റേറ്റീവ് ഏജ്, ഫാൻറ്റസി ഏജ്. അപ്പോൾ ഈ ഭാഗം നന്നായി പഠിക്കണം. ഓക്കെ. സെക്കൻഡ് വൺ മിഡിൽ ചൈൽഡ്ഹുഡ് മധ്യബാല്യം 6 തൊട്ട് 9 ഇയേഴ്സ് വരെയാണ്. തേർഡ് വൺ ലേറ്റർ ചൈൽഡ്ഹുഡ് അന്ത്യബാല്യം 9 തൊട്ട് 12 ഇയേഴ്സ് വരെയാണ്. ഇതിൽ പ്രാഥമിക വിദ്യാലയ ഘട്ടം പ്രൈമറി സ്കൂൾ സ്റ്റേജ്, സംഘബന്ധങ്ങളുടെ കാലം ഗാങ് ഏജ്, പൊരുത്തപ്പെടലിൻ്റെ കാലം ഏജ് ഓഫ് കൺഫോമിറ്റി, ലേറ്റൻസി പീരീഡ് അന്തർലീന ഘട്ടം. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ? ലേറ്റർ ചൈൽഡ്ഹുഡിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ലേറ്റൻസി പീരീഡ് അന്തർലീന ഘട്ടം ഏത് സ്റ്റേജിലാണ് വരുന്നത്? ഏർലി ചൈൽഡ്ഹുഡിലാണോ, മിഡിൽ ചൈൽഡ്ഹുഡിലാണോ, ലേറ്റർ ചൈൽഡ്ഹുഡിലാണോ? അപ്പോൾ നമുക്ക് പറയാൻ കഴിയണം ലേറ്റർ ചൈൽഡ്ഹുഡിലാണ് ലേറ്റൻസി പീരീഡ് അന്തർലീന ഘട്ടം വരുന്നത്. അതുപോലെ പൊരുത്തപ്പെടലിൻ്റെ കാലം ഏജ് ഓഫ് കൺഫോമിറ്റി അത് ഏതിലാണ് വരുന്നത്? ലേറ്റർ ചൈൽഡ്ഹുഡിലാണ്. സംഘബന്ധങ്ങളുടെ കാലം ഗാങ് ഏജ് അത് ഏതിലാണ് വരുന്നത്? ലേറ്റർ ചൈൽഡ്ഹുഡിലാണ്. പ്രാഥമിക വിദ്യാലയ ഘട്ടം പ്രൈമറി സ്കൂൾ സ്റ്റേജ് അത് ഏതിലാണ് വരുന്നത്? ലേറ്റർ ചൈൽഡ്ഹുഡിലാണ്. ഇങ്ങനെയാണ് ഇതിന് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരാറ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായി പഠിക്കുക. താങ്ക് യു.